ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാവങ്ങാട് മുതൽ എലത്തൂർ വരെയുള്ള പ്രദേശത്തെ റെയിൽവേ വഴികൾ അടച്ച സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വനം വകുപ്പ് കർഷകരുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്നും തിരിച്ചു കിട്ടാനാകരുതെന്നും മേയർ ബീന ഫിലിപ്പ്. കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ ഓപ്പൺ ജിമ്മും വെൽനസ് സെന്ററുകളും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പാവങ്ങാട് മുതൽ എലത്തൂർ വരെയുള്ള പ്രദേശത്ത് ജനങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചു പോരുന്ന വഴികൾ റെയിൽവേ അടച്ച സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാവങ്ങാട് മുതൽ എലത്തൂർ വരെയുള്ള പ്രദേശത്ത് ജനങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ചു പോരുന്ന വഴികൾ റെയിൽവേ അടച്ച സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഇതിനായി റെയിൽവേ ഡെപ്യൂട്ടി റീജിയണൽ മാനേജറുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റിൽ ശനിയാഴ്ച വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വഴി അടച്ച സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടർ അടുത്ത ദിവസം തന്നെ സന്ദർശനം നടത്തും. ജില്ലാ കളക്ടറുടെ സന്ദർശനത്തിന് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എം.കെ. രാഘവൻ എം.പി, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, സബ് കളക്ടർ ഹർഷിൽ ആർ മീന, കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഒ.പി. ഷിജിന, കൌൺസിലർ വി.കെ. മോഹൻദാസ്, റെയിൽവേ ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പില് 100 വർഷം വരുന്ന റോഡുണ്ട്. ഇത് മുനിസിപ്പാലിറ്റി ചെയ്യാന്ന് പറഞ്ഞു. താനിട്ട് സ്ഥലം പോകുന്ന അത് ഒരു ബ്ലോക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇട്ടിരിക്കാൻ റോഡ് എന്തിനു കാണിക്കുന്നു? പാവങ്ങാട് മുതൽ എലത്തൂർ വരെ 9 സ്ഥലങ്ങളിലാണ് റെയിൽവേ വഴി അടച്ചത്. റെയിൽവേയുടെ നടപടി മൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രദേശവാസികൾ യോഗത്തിൽ അറിയിച്ചു. വേഗത കൂടുന്ന പ്രദേശങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് ഏർപ്പെടുത്തിയതെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനം വകുപ്പ് കർഷകരുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. മുതുകാടിൽ നടന്ന കർഷക പ്രക്ഷോഭ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുമ്പെങ്ങും ഇല്ലാത്ത വിധം വന്യജീവികളുടെ ആക്രമണം ദുസ്സഹവും ഭീതിജനകവുമായിരിക്കുന്ന സാഹചര്യത്തിലും വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷകരോട് വനംവകുപ്പ് കാണിക്കുന്നത് കാട്ടുനീതിയാണെന്നും അവർ കർഷകരുടെ ശത്രുക്കളായി മാറിയെന്നും ഇൻഫാം ദേശീയ രക്ഷാധികാരി താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. പേരാമ്പ്ര മേഖല സോഷ്യലിസ്റ്റ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ജീവിക്കണം വന്യമൃഗങ്ങളെ അതിജീവിക്കണം എന്ന പേരിൽ മുതുകാട്ടിൽ വെച്ചു നടന്ന കർഷക പ്രക്ഷോഭ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗിയായി പോയ കാർഷിക മേഖലയ്ക്ക് നൽകാനുള്ള ഓക്സിജനാകുന്ന ഇത്തരം കർഷക കൂട്ടായ്മകളിലൂടെ മാത്രമേ ഈ ഘട്ടത്തെ അതിജീവിക്കാൻ കഴിയൂ. അതോടൊപ്പം കപട പ്രകൃതി സ്നേഹികളെ തിരിച്ചറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ.ജി. രാമനാരായണൻ അധ്യക്ഷനായി. കർഷക സംഘം സംസ്ഥാന സമിതി അംഗവും കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ.പി. ചന്ദ്രി, ആർ.ജെ.ഡി. സംസ്ഥാന വൈസ് പ്രസിഡന്റും കിസാൻ ജനത മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഇ.പി. ദാമോദരൻ മാസ്റ്റർ, ഡി.സി.സി ജനറൽ സെക്രട്ടറി മുനീർ എരവത്ത്, ബി.ജെ.പി. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സി.ആർ. പ്രഫുൽ കൃഷ്ണ, കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ എടക്കോടൻ,
എസ് നെടുങ്ങാടൻ എന്നിവർ സംസാരിച്ചു. വർഗീസ് കോലത്തുവീട് സ്വാഗതവും വിജു ചെറുവത്തൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗ്രാമീണ റോഡുകൾക്കുണ്ടായ മാറ്റം നവകേരള സദസ്സിന്റെ നേട്ടമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവകേരള സദസ്സിലൂടെ എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമീണ റോഡുകൾക്കുണ്ടായ മാറ്റമെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡ് വെളൂർ താളിക്കുണ്ട് വയോജന പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഇടമൊരുക്കുന്ന പാർക്ക് വയോജന കുടുംബസംഗമ വേദി കൂടിയായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വയോജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെറുപ്പക്കാരുടെയും കുട്ടികളുടെയും എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം നിലവിലുണ്ട്. അതിന് പ്രധാന കാരണം ആരോഗ്യമേഖലയിൽ നാം കൈവരിച്ച അഭൂതപൂർവമായ നേട്ടങ്ങളാണ്. കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമ്മൽ അധ്യക്ഷത വഹിച്ചു. PT റഹീം MLA മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ റൂബി നസീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രീതി UC, ശബ്ദ റഷീദ്, മെമ്പർമാരായ ബാബു നെല്ലുള്ളി, P കൗലത്ത്, ഷൈജ വളപ്പിൽ, ഷാജി ചോലക്കൽ മീത്തൽ, നജീബ് പാലക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി ശിവാനന്ദൻ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇന്ദു A നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്നും തിരിച്ചു കിട്ടാനാകരുതെന്നും മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. അശ്വിനി ഡയഗ്നോസ്റ്റിക് സർവീസസും ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ആരംഭിച്ച സൗജന്യ സംഭാര വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കനത്ത ചൂടിൽ വെന്തുരുകുകയാണ് നഗരം. വഴിയാത്രക്കാർക്ക് ദാഹം അകറ്റാൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അശ്വിനി ഡയഗ്നോസ്റ്റിക് സർവീസസും ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷനും. പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അസോസിയേഷൻ ട്രഷറർ VP ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്നും തിരിച്ചു കിട്ടാനാകരുതെന്നും മേയർ പറഞ്ഞു. നന്മയുടെ ഓരോ തുള്ളി ഈ പ്രദേശത്ത് നിറയുമ്പോൾ നഗരത്തിൽ നന്മയുടെ മഹാസാഗരം പരക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. നന്മ ചെയ്യുക എന്നത് സംസ്കാരമാവണം. അതുകൊണ്ട് എനിക്ക് തിരിച്ചു നന്മ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുറ്റമൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വെച്ചിരുന്നതിന്റെ കുറ്റത്തെയാണ് അല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാരെ ഓർക്കുക, എന്തിനും പ്രതിഫലം എന്നത് നമ്മൾ കൊടുക്കുന്ന അതേ നാണയത്തിലായിരിക്കില്ല പ്രതിഫലം ലഭിക്കുക. അത് നമ്മുടെ നന്മയുടെ പ്രതിഫലം നന്മ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ തുള്ളി നന്മയും ഈ പ്രദേശം മുഴുവൻ നിറയുമ്പോൾ ഈ പ്രദേശം മുഴുവൻ നന്മയുടെ ഒരു മഹാസാഗരമായിട്ട്. സീനിയർ മാനേജർ ഓപ്പറേഷൻ RK ഷമാസ് അധ്യക്ഷനായി. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ PK നാസർ, ജയിൽ റോഡ് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് S ശിവദാസൻ, സെക്രട്ടറി PG രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മഴയെത്തും വരെ സംഭാര വിതരണം തുടരുമെന്ന് M ശ്രീകുമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
കരുവശ്ശേരിയിൽ സ്റ്റേജും ഓപ്പൺ ജിമ്മും പ്രവർത്തന സജ്ജമായി. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ 7-ാം വാർഡ് കരുവശ്ശേരിയിലെ സ്റ്റേജിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അന്നത്തെ അധ്യാപകരുടെ കഥ ഒരു ഇത്തിരി പൈസ കിട്ടിയാലായി ഇല്ലെങ്കിലില്ല. അപ്പൊ പലപ്പോഴും പട്ടിണിയായിരുന്നു. അന്ന് ഈ കുടുംബാസൂത്രണമൊന്നും ഇങ്ങനെ പ്രയോഗത്തിലൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ 8ഉം 10ഉം മക്കളൊക്കെ ഉണ്ടാവും പലർക്കും. ഈ കിട്ടുന്ന ഗ്രാൻഡ് കൊണ്ട് വീട്ടില് അടുപ്പില് തീ പുകയ്ക്കാനുള്ള പണം പോലും അന്ന് അധ്യാപകരുടെ ശമ്പളം കൊണ്ട് കിട്ടൂല. പട്ടിണിയായിരുന്നു അന്നത്തെ അധ്യാപകരുടെ അവസ്ഥ. സർക്കാർ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ശമ്പളമുണ്ട്. ഇങ്ങനെയുള്ള പ്രൈവറ്റ് സ്കൂളുകാർക്ക് കാര്യമായ ശമ്പളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കിയ TB സെന്ററുകളിൽ ഏറ്റവും അധികം പോയിരുന്ന ഉദ്യോഗസ്ഥ വിഭാഗം അധ്യാപകരായിരുന്നു. അധ്യാപകർ റിട്ടയർ ചെയ്യുമ്പോഴേക്കും TB വരും. അവർക്ക് ഇങ്ങനെ ആരോഗ്യമില്ലാത്ത ശരീരത്തിൽ ഇങ്ങനെ പണിയെടുത്ത് വാർഡ് കൗൺസിലർ വരുൺ ഭാസ്കർ അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ റീജ, നിഖിൽ, ശിവപ്രസാദ്, മുൻ കൗൺസിലർമാരായ വി സുധീർ, MM ലത, വാർഡ് സെക്രട്ടറി അഷറഫ് NM തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ വിജയൻ VM, ട്രഷറർ P മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നഗരാസൂത്രണ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടി, സന്നദ്ധ സംഘടന, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി നിശ്ചയിച്ച ഡീലിമിറ്റേഷൻ കമ്മീഷൻ കോടതി വിധിയെ തുടർന്ന് മരവിപ്പിച്ചിരുന്ന പരാതികളുടെ ഹിയറിംഗ് പൂർത്തിയാക്കി. ആകെ 784 പരാതികൾ പരിഗണിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തലാക്കിയിരുന്ന ഹിയറിംഗ് നടപടികൾ സർക്കാർ അപ്പീലിന് ഫെബ്രുവരി 24-ന് ഡിവിഷൻ ബെഞ്ച് നൽകിയ അനുകൂല ഉത്തരവിനെ തുടർന്നാണ് ഹിയറിംഗ് നടത്തിയത്. ഹാജരായ മുഴുവൻ കക്ഷികളുടെയും പരാതികളും കമ്മീഷൻ കേട്ടു. ഫെബ്രുവരി 13, 14 തീയതികളിൽ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായി നേരത്തെ 1954 പരാതികൾ പരിഗണിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഹിയറിംഗിൽ കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലായി ആകെ 8 മുനിസിപ്പാലിറ്റികളുടേതും 2 ഗ്രാമപഞ്ചായത്തുകളുടേതുമാണ് പരിഗണിച്ചത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റി, പയ്യോളി, മുക്കം, ഫറോക്ക് മുനിസിപ്പാലിറ്റികൾ, കണ്ണൂർ ജില്ലയിലെ പാനൂർ, മട്ടന്നൂർ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികൾ, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മുനിസിപ്പാലിറ്റി, കാസർഗോഡ് ജില്ലയിലെ പടന്ന ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് പരാതികൾ പരിഗണിച്ചത്. ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ A ഷാജഹാൻ, കമ്മീഷൻ അംഗം S ഹരികിഷോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഹിയറിംഗ് നടന്നത്. ഹിയറിംഗിൽ ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി ജോത്സ്ന മോൾ, ഡെപ്യൂട്ടി കളക്ടർ ശീതൽ G മോഹൻ എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 51-ാം വാർഡിൽ അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ 51-ാം വാർഡ് പുഞ്ചപ്പാടത്ത് ആരംഭിച്ച അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ആരോഗ്യ സൂചകങ്ങളിലും പൊതുജനാരോഗ്യ നിലവാരത്തിലും നമ്മുടെ സംസ്ഥാനം ഏറെ മുന്നിലാണ്. ശിശുമരണ നിരക്കിലും മാതൃമരണ നിരക്കിലും സ്ത്രീ പുരുഷ അനുപാതത്തിലും ആയുർദൈർഘ്യത്തിലും കേരളം വളരെയേറെ മുന്നിലാണ്. ആയുർദൈർഘ്യത്തിന്റെ ശരാശരി എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ശരാശരിയേക്കാൾ എത്രയോ മുകളിലാണ് കേരളം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തമായി നമ്മുടെ സംസ്ഥാനത്ത് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ കോവിഡിന്റെ കാലം ഒന്ന് ഓർത്തു നോക്കൂ. യഥാർത്ഥത്തിൽ ഏറ്റവും അധികം കോവിഡ് പടരേണ്ട ഒരു നാട് കേരളമാണ്. കാരണം തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്, ജനസാന്ദ്രത അത്രയധികം കൂടുതലാണ്. പക്ഷെ നമ്മൾ പിടിച്ചു നിന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷ കൃഷ്ണകുമാരി, വാർഡ് കൗൺസിലർ K രാജീവ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PV ഹൈദരലി, P ബഷീർ, ഷൈമ പൊന്നത്ത്, T ഉണ്ണികൃഷ്ണൻ, പ്രകാശ് കോഴിക്കൽ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ S ജയശ്രീ, ഹെൽത്ത് ഓഫീസർ
ഡോക്ടർ മുനവർ റഹ്മാൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ റംസാൻ ഖാദി മേള ആരംഭിച്ചു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് VM അബ്ദുൾ വഹാബ് ഉദ്ഘാടനം നിർവഹിച്ചു. മിഠായിത്തെരുവ് ഖാദി ഗ്രാമിൽ കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ റംസാൻ ഖാദി മേള ആരംഭിച്ചു. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് VM അബ്ദുൾ വഹാബ് ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറയ്ക്ക് ഖാദി വസ്ത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇത്തരം മേള സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ വൈവിധ്യവൽക്കരണവും മൾട്ടിനാഷണൽ കമ്പനികളുടെ നമ്മളുടെ എക്സ്പ്ലോയിറ്റേഷന്റെ സമയത്ത് നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ആ നിലയിൽ ഒരു പ്രോത്സാഹനമായി ഈ റംസാൻ മേള മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഇത് ഉദ്ഘാടനം. സൈലം PRO V അബ്ദുൾ റസാഖ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൗൺസിലർ SK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സർവസേവാ സംഘം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഗൗരംഗചന്ദ്ര മഹാപത്ര മുഖ്യാതിഥിയായി. M ഷിബു, TK അസീസ് എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി MK ശ്യാം പ്രസാദ് സ്വാഗതവും മാനേജർ K വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. 20% സർക്കാർ റിബേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 30-ന് മേള സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗുരുകുലം ആർട്ട് ഗ്യാലറിയും ദർശനം ഗ്രന്ഥശാലയും ചേർന്ന് MTയുടെ വേർപാടിന്റെ 100ാം ദിനം ആചരിക്കുന്നു. മാർച്ച് 21-ന് 100 വിദ്യാർത്ഥികൾക്കായി വായനാ മത്സരം നടത്തും. MTയുടെ പുസ്തകങ്ങളെ ആധാരമാക്കിയാണ് മത്സരം. പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്യും. 100 സ്കൂൾ കുട്ടികൾ കോഴിക്കോട് സിറ്റി ഉപജില്ല, ചേവായൂർ ഉപജില്ല പരിധിയിൽപ്പെട്ട UP വിഭാഗത്തിൽപ്പെട്ട 100 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം MTയുടെ പുസ്തകം തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് 1 മിനിറ്റ് ഡ്യൂറേഷനിൽ ഒരു ഭാഗം അവതരിപ്പിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിലെ വിദ്യാലയങ്ങളിലെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 100 വിദ്യാർത്ഥികൾക്കാണ് വായനാ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. അവരുടെ വീടിനടുത്തുള്ള ഗ്രന്ഥാലയങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു MT കൃതിയെടുത്ത് അതിൽ നിന്നും സ്വയം തിരഞ്ഞെടുത്ത ഒരു ഭാഗം 1 മിനിറ്റ് കൊണ്ട് വായിക്കണം. വള്ളുവനാടൻ ഉച്ചാരണ രീതി, ഉച്ചാരണ ശുദ്ധി, അർത്ഥമറിഞ്ഞുള്ള സ്വരവിന്യാസം തുടങ്ങിയ മികവുകൾ അധ്യാപകർ വിലയിരുത്തും. വിജയികൾക്ക് ക്യാഷ് പ്രൈസിന് പുറമെ MT കൃതികളും സമ്മാനിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകും. രജിസ്ട്രേഷനുള്ള ഫോമുകൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9446055946 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ഈ പരിപാടി നടത്തുന്നത് ഗുരുകുലവും ദർശനം സാംസ്കാരിക വേദിയും കൂടി ചേർന്നാണ്. വാർത്താ സമ്മേളനത്തിൽ ഗുരുകുലം ആർട്ട് ഗാലറി ഡയറക്ടർ ഗുരുകുലം ബാബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം രാജപ്പൻ S നായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൺലൈൻ കാബ് മാതൃകയിൽ കോഴിക്കോട്ട് ടൗണിൽ ഓട്ടോയും കാറും അടക്കമുള്ള പുതിയ ഓൺലൈൻ ടാക്സി സംവിധാനം ആരംഭിക്കുന്നു. ജുഗ്നു എന്ന ഓൺലൈൻ കാബ് സർവീസുകൾ മാർച്ച് 18-ന് ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. യൂബർ പോലെ അങ്ങനത്തെ കമ്പനികളാണെങ്കിൽ ആരോടും അത് ചോദിക്കാനും പറയാനും ആളില്ലാത്ത സ്ഥിതിയായിരിക്കും. അതൊക്കെ ഇപ്പോൾ ഡ്രൈവേഴ്സിന് ഫൈൻ ഇങ്ങനെ വരിക എന്നല്ലാണ്ട് ആ ഫൈന് ചോദിക്കാനോ അതിന് ബന്ധപ്പെടാനോ ഒരാളുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഓഫീസ് കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് അവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ നമ്മളിവിടെ കോഴിക്കോടുള്ള എല്ലാ ആളുകൾക്കും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സർവീസ്. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് സിറ്റിക്കുള്ളിലും കോഴിക്കോട് സിറ്റിയിൽ നിന്നും കാപ്പാട് ബീച്ച്, കൊടുവള്ളി, മുക്കം, കോഴിക്കോട് എയർപോർട്ട്, യൂണിവേഴ്സിറ്റി എന്നീ പ്രദേശങ്ങളിലേക്കുമാണ് സർവീസ് ഉണ്ടായിരിക്കുകയെന്ന് ജുഗ്നു സാരഥികൾ അറിയിച്ചു. ഡ്രൈവർമാർക്ക് പ്ലേ സ്റ്റോർ, ആപ്പിൾ സ്റ്റോർ ആപ്പുകളിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അംഗമാകാം. യാത്രക്കാർക്കും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യം പ്രയോജനപ്പെടുത്താം. അധിക ചാർജ് ഈടാക്കുന്നത് ഒഴിവാക്കാം. മിനിമം ചാർജിൽ യാത്ര ചെയ്യാം. യാത്ര ചെയ്യുന്നതിന് മുൻപ് തന്നെ യാത്രാക്കൂലി അറിയാം തുടങ്ങിയ സവിശേഷതകളാണ് ജുഗ്നു ഓൺലൈൻ ക്യാബിനുള്ളതെന്ന് ജുഗ്നു മാനേജ്മെന്റ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ മഹമ്മൂദ് റിയാസ്, ഡയറക്ടർ നിഷാദ് മൊയ്തു, ജനറൽ മാനേജർ വിപിൻ കെനോക്കി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക ദന്താരോഗ്യ ബോധവൽക്കരണ ദിനാഘോഷ ഉദ്ഘാടന പരിപാടി മാർച്ച് 20 കോഴിക്കോട് സമുദ്ര കൺവെൻഷൻ സെന്ററിൽ നടക്കും. പരിപാടിയിൽ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ള മുഖ്യാതിഥിയായും മുൻ MLA പുരുഷൻ കടലുണ്ടി വിശിഷ്ടാതിഥിയായും പങ്കെടുക്കും. മാർച്ച് 20 ലോക വദനാരോഗ്യ ദിനമാണ്. അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ കോഴിക്കോട് വെച്ച് കേരള ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ബ്രാഞ്ചിന്റെ സ്റ്റേറ്റ് പ്രോഗ്രാമാണ് IDA മലബാർ മാർച്ച് 20. അതായത് മറ്റന്നാൾ ഞങ്ങൾ സമുദ്ര ഹാളിൽ വെച്ചാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രോഗ്രാം IDA മലബാർ ആതിഥേയത്വം വഹിക്കുന്നത്. വേൾഡ് ഓറൽ ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കായി ദന്താരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, ദന്ത പരിശോധന, ദന്ത പരിപാലന കിറ്റ് വിതരണം എന്നിവ നടത്തും. കേരളത്തിലെ 13 സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദന്താരോഗ്യ ബോധവൽക്കരണ പഠന സാമഗ്രികൾ ADA കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ സുഭാഷ് മാധവൻ, CDH ചെയർമാൻ ഡോക്ടർ നിതിൻ ജോസഫ് എന്നിവർ കൈമാറും. മാർച്ച് 20 വൈകിട്ട് കോഴിക്കോട് ബീച്ച് പരിസരത്ത് ബോധവൽക്കരണ റാലി, പൊതുജനങ്ങൾക്കായുള്ള ഡെന്റൽ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ നവജീവ് രാജ് MN, ഡോക്ടർ സമീറ ജി നാഥ്, ഡോക്ടർ ദിവ്യശ്രീ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാവങ്ങാട് മുതൽ എലത്തൂർ വരെയുള്ള പ്രദേശത്തെ റെയിൽവേ വഴികൾ അടച്ച സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പ് കർഷകരുടെ ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ. നന്മ ചെയ്യുന്നത് സംസ്കാരമാകണമെന്നും തിരിച്ച് കിട്ടാനാകരുതെന്നും മേയർ ബീന ഫിലിപ്പ്. കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ ഓപ്പൺ ജിമ്മും വെൽനസ് സെന്ററുകളും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.